മാർക്കറ്റിൽ 35 വർഷത്തെ നിക്ഷേപ പ്രാവീണ്യമുള്ള മറ്റൊരു ഗസ്റ്റ് കൂടി നമുക്കിന്ന് മാർക്കറ്റ് പ്ലസിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മുൻ അംഗമായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ സാറാണ് നമുക്കൊപ്പം ഇന്ന് മാർക്കറ്റ് പ്ലസിൽ ചേരുന്നത്. ഒപ്പം തന്നെ വിപണിയിൽ സജീവ സാന്നിധ്യമുള്ള അദ്ദേഹത്തിന്റെ വ്യൂ കൂടി നമുക്ക് ഇന്ന് മാർക്കറ്റ് പ്ലസിൽ പങ്കുവെക്കുന്നതായിരിക്കും. പതിവ് പോലെ തന്നെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറും അദ്ദേഹത്തോടൊപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇരു ഗസ്റ്റിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. Welcome Radhakrishnan sir, welcome Pradeep sir, good morning to you and welcome Yes, good morning. Good morning, morning Priya. Pradeep sir. I am proud to introduce myself as a proud student of Mr. Pradeep. So he only taught me to understand the technicalities in stock market. Okay. And coming to market, first I will start with the GST collection for the month of December 23. It is 10% increase year on year compared to 2022 December. It is at 1,64,882 crore for the month of December 2023. And auto sales, Tata Motor sales recorded 2,34,981 units, and Mahindra showed a growth of 6% in auto sales. And Nifty yesterday closed at 21,741. It is just 10 points higher than previous day, that is last Friday Nifty closing. But intraday it went up by 75 or 75, more than 75 points. Towards closing, there was a slight profit booking seen in the market. Again, the GST is next 3 months to go. That is January, February, March. It is expected to top full year budget estimate. That is a positive note we can take from the GST point of view. And the Nifty support level seen at 21,400, 21,300, and the resistance seen at 22,000 and 22,300. But at the level of 22,000, there may be some profit taking can be seen in the market. That is one thing. Haripriya? Yes sir. മനസ്സിലായി. ഇന്നത്തെ ഒരു ഇൻട്രാഡേ ലെവൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഷെയർ ചെയ്തത്. സോ പ്രദീപ് സാറിലേക്ക് വരികയാണ്. ഇന്നത്തെ ഒരു ഇൻട്രാഡേ സെഷനിൽ നമുക്ക് പ്രധാനമായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന ലെവലുകൾ ഏതാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ഒരു വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു സെഷനായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം ആരംഭിച്ചതിന് ശേഷം പിന്നീട് ഉച്ച കഴിഞ്ഞുള്ള ഒരു സെഷനിലേക്ക് വലിയൊരു കുതിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ കുതിപ്പിൽ നിന്നും ആ നേട്ടമൊക്കെ തന്നെ കൈവിട്ടിട്ടായിരുന്നു അവസാന നിമിഷങ്ങൾ വ്യാപാരം അവസാനിപ്പിച്ച ഒരു സ്ഥിതി ഉണ്ടായത്. സോ ഇന്നത്തെ നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഞാൻ നിഫ്റ്റിയിലോട്ട് വരുന്നതിന് മുൻപ് രാധാകൃഷ്ണൻ സാർ എന്താ നമുക്ക് സൂചിപ്പിച്ചതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ വ്യക്തമാക്കാം. നമ്മളൊരിക്കൽ ചൂണ്ടിക്കാണിച്ചത് വീണ്ടും കഴിഞ്ഞ മാസം GST കളക്ഷൻ വളരെ മികച്ചതായിരുന്നു. ആൻഡ് തുടർച്ചയായിട്ട് ഈ വർഷം ഈ ഫൈനാൻഷ്യൽ ഇയറിൽ 9 മാസങ്ങൾ കഴിഞ്ഞു. ആൻഡ് ഓരോ 9 മാസത്തെ GST ഫിഗർ നമ്മൾ എടുത്താലും ഈച്ച് മന്ത് നമ്മുടെ കളക്ഷൻ 1.5 lakh crore മുകളിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര മികച്ച ഒരു GST കളക്ഷൻ നമ്മൾ കാണുന്നത്. ആൻഡ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 3 മാസം കൂടെ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ബാക്കിയുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. ആൻഡ് ഈ 3 മാസങ്ങളും കൂടെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റിൽ പ്രൊവൈഡ് ചെയ്തതിനേക്കാൾ അധികമായിരിക്കും GST കളക്ഷൻ. സോ ദാറ്റ് ഈസ് വളരെ വളരെ പോസിറ്റീവ് ആ മാർക്കറ്റിന് വേണ്ടി. ബട്ട് നിഫ്റ്റി 50ലോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇന്നലെ നിഫ്റ്റി 50 21,800 മുകളിൽ ആ ഒരു ലെവല് വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,850 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50ക്ക് 22,000 പോയിന്റ് വരെ എത്തിച്ചേരാൻ സാധിക്കും.
നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് കൂടി നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് കിടക്കാം. HDFC ബാങ്കിനെ കുറിച്ചാണ് ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്കിങ് മേഖലയിൽ തന്നെ വളരെയധികം പൊട്ടൻഷ്യൽ ഒരു സ്റ്റോക്കായിട്ട് മാറുകയാണ് HDFC ബാങ്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു ആദ്യ സെഷൻ, അതായത് 2024 ആരംഭിച്ച ആദ്യത്തെ ഒരു സെഷനിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഇടിവ് പ്രകടമാക്കിയപ്പോൾ HDFCയും 0.5% ഇടിവിലാണ് മുന്നോട്ട് പോയത്. ബാങ്കിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് സാധ്യതകൾ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിന് സാധിക്കുന്നുണ്ട്. നിം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥിരത കൈവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ലോങ് ടേം വ്യൂവിലേക്ക് ഇത്തരം സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ ബാങ്കിന് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പല അനലിസ്റ്റുമാരും അഭിപ്രായപ്പെടുന്നത്. സോ HDFC ബാങ്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രദീപ് സാറിലേക്ക് ആദ്യം ചോദ്യം. HDFC ബാങ്ക് ലോകഏറ്റവും വലിയ ഒരു ബാങ്ക് HDFC ബാങ്ക്. സോ ആബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ആൻഡ് കഴിഞ്ഞ 3-4 മാസത്തിനിടെ നമ്മൾ വലിയ തോതിൽ ഒരു കറക്ഷൻ HDFC ബാങ്കിൽ കണ്ടത്. ലോങ് ടേം ട്രെൻഡ് വളരെ വളരെ ബുള്ളിഷാ. ഏത് കറക്ഷൻ നടക്കുന്ന സമയത്തും ഈ സ്റ്റോക്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാ. ബട്ട് എങ്കിൽ പോലും നമ്മൾ ഇന്ന് നിഫ്റ്റി ഏതെങ്കിലും ഒരു ബാങ്കിങ്, എസ്പെഷ്യലി HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, SBI, ഇതിലൊക്കെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ 48,460 48,460 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ നിഫ്റ്റി ബാങ്കിന്റെ ടിൽ 49,000 49,000 പോയിന്റ് വരെ നമുക്ക് ഒരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. HDFC ബാങ്കിലോട്ട് സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴേക്കും ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ട്രിഗർ ലെവൽ എന്ന് പറയുന്നത് 1,715 രൂപയായിരിക്കും. 1,715ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് എങ്കിലും മച്ച് ബെറ്റർ ദാൻ ആക്ച്വലി HDFC ബാങ്ക്. എനിക്ക് ഇന്ന് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആക്സിസ് ബാങ്ക്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ റിക്കവറിയിൽ ഏറ്റവും അധികം നമ്മൾ നേട്ടം കാണാൻ സാധിച്ച ഇറ്റ് വാസ് ഇൻ ദ കേസ് ഓഫ് ആക്സിസ് ബാങ്ക്. ആൻഡ് ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ആക്സിസ് ബാങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ആക്സിസ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ബുള്ളിഷ് ട്രിഗർ ഇന്ന് 1,106 രൂപയായിരിക്കും. 1,106. ഈ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ നേട്ടം ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. Radhakrishnan sir, over to you. What is your expectations on HDFC Bank when it comes to consider it as a long-term investment, and which are the levels to be noted to take an entry in the stock? Yes, as Mr. Pradeep sir said, it is good for long-term investment, and it will give entry opportunity on every dip. And HDFC Bank recently merged HDFC Limited, the NBFC, and the promoter of HDFC Bank. The size of the balance sheet will grow very big, and the resistance level is seen at 1,702, 1,758, and 1828. And the support level seen at 1645 and 1564. The HDFC Bank they started moving for the past 1 month after the merger. So potential there are long-term potential is intact in HDFC Bank. യെസ് സർ. കഴിഞ്ഞ സെഷനിൽ IT സൂചിക അവസാന നിമിഷത്തിലും ഇടിവിൽ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ IT ഓഹരികൾ നിഫ്റ്റി 50ക്ക് വലിയൊരു പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ടെക് മഹീന്ദ്ര തന്നെയാണ് ഏറ്റവും അധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 21.5% ഒരു മുന്നേറ്റത്തിലാണ് ഓഹരി
ക്ഷമിക്കണം, ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട് ടെക് മഹീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വരും വാരങ്ങളിൽ കമ്പനികൾ തങ്ങളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കാൻ ആരംഭിക്കും. IT കമ്പനികൾ തന്നെയായിരിക്കും നെക്സ്റ്റ് വീക്ക് മുതൽ അവരുടെ റിസൾട്ടുകളൊക്കെ തന്നെ റിലീസ് ചെയ്യുന്നത്. പല അനലിസ്റ്റുകളും പൊതുവെ വീക്കായിട്ടുള്ള റിസൾട്ടുകളാണ് ഡിസംബർ പാദത്തിൽ IT സെക്ടറിനെ സംബന്ധിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. IT കമ്പനികളൊക്കെ തന്നെ ഒരു വീക്കായിട്ടുള്ള ഒരു റിസൾട്ടുകളായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ നൽകുന്നത്. പ്രത്യേകിച്ചും ഡിസ്ക്രിഷണറി സ്പെൻഡ് ഒരു വീക്കാകുന്ന സ്ഥിതിയാണ് ടെക് മഹീന്ദ്ര ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഡീൽ കൺവേർഷൻ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഡീൽ വിൻസ് ഒക്കെ നോക്കിയാലും ഒരു അനിശ്ചിതാവസ്ഥ ഈ പാദത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു സെഷനിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പല IT ഓഹരികൾക്കും സാധിച്ചു. പ്രത്യേകിച്ച് ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? ഈ ഓഹരിയിൽ എത്രത്തോളം സാധ്യതയുണ്ട്? പ്രദീപ് സാറിലേക്കാണ് ചോദ്യം. പ്രിയ, ഞാൻ അഗൈൻ ടെക് മഹീന്ദ്രയോട്ട് വരുന്നതിന് മുൻപ് IT സൂചികയെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. സോ IT സൂചിക ഇന്നലെ വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ഒരു 10 സെഷൻസ് ആയിട്ട് നമുക്ക് IT സൂചികയിൽ ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ IT സൂചികയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ട്രിഗർ ലെവല് 35,900 ആയിരിക്കും. 35,900 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മേജർ IT സ്റ്റോക്സിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ടെക് മഹീന്ദ്രയിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്ന് 1,305 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 40 മുതൽ 60 രൂപയുടെ നേട്ടം നമുക്ക് ടെക് മഹീന്ദ്രയിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഈവൻ ബെറ്റർ ദാൻ ടെക് മഹീന്ദ്ര എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ടെക്നോളജി ലാർജ് ക്യാപ്പിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. TCSന്റെ കേസിൽ 3,842 രൂപ 3,842 ആയിരിക്കാം നമ്മൾ ബുള്ളിഷ് ട്രിഗർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 150 മുതൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാം. Yes. Over to you, Radhakrishnan sir. Tech Mahindra gained almost 1.5% in last trading session. It has given almost 29% of steady return over the last year. What is your expectations on this stock? Which are the levels to be considered to watch? As Pradeep sir said, the IT sector will give encouraging results in the coming quarters. Point number one. I apart from Tech Mahindra, I like Wipro and Wipro, LTIM, HCL Tech. Coming to Tech Mahindra, my resistance level is 1373, 1481 and 1615. And I see the support level at 1265 and 1100. യെസ്, മറ്റൊരു സ്റ്റോക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് LICയെ കുറിച്ചാണ്. LICയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുംബൈയിലെ സ്റ്റേറ്റ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറിൽ നിന്ന് 806 കോടി രൂപയുടെ ഒരു പെനാൽറ്റി കമ്പനിക്ക് ചുമത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഉത്തരവിനെതിരെ കമ്പനി അപ്പീൽ നൽകുമെന്ന് 2018 ഫിനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെനാൽറ്റിയൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 300 കോടി രൂപയുടെ ഒരു GSTയും 404 കോടി രൂപയുടെ ഒരു പെനാൽറ്റി ഇനത്തിലും 36 കോടി രൂപ ഏകദേശം പലിശ ഇനത്തിലും ഉൾപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു 800 കോടി രൂപയോളം ഒരു തുക അടയ്ക്കണമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ സെഷനിൽ LIC സംബന്ധിച്ച് ഒരു മികച്ച തുടക്കം തന്നെയാണ് നൽകിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു പുതിയൊരു ഹൈ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. 864 രൂപ വരെ ഓഹരിക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു 3% നേട്ടത്തിൽ 858.3 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. LICയെ സംബന്ധിച്ച് നല്ലൊരു റിക്കവറി വിലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ലിസ്റ്റിങ്ങിന് ശേഷം നല്ലൊരു റിക്കവറി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് പ്രൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. LICയെ സംബന്ധിച്ച് ഇനി കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ് പ്രദീപ് സർ? അനില, സോറി പ്രിയ, നമ്മൾ LIC നമ്മൾ ഒത്തിരി
കാലങ്ങളുമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. നമ്മൾ ഇൻഫാക്ട് ഇതേ 600 രൂപ മുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൂടി ഷെയർ ചെയ്യുന്നു LICക്ക് ഇനി ഒരേ ഒരു ചെറിയ റെസിസ്റ്റൻസേ കാണുന്നുള്ളൂ 880 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസിൽ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു സെല്ലിംഗ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ശേഷം സ്റ്റോക്കിന് മുന്നിൽ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് അതിന്റെ ഓൾ ടൈം ഹൈ 920 രൂപ. ആ ഒരു റെസിസ്റ്റൻസും താമസിക്കാതെ തന്നെ അത് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ പ്രിയ ചൂണ്ടിക്കാണിച്ച ആ ഒരു പെനൽറ്റി നോട്ടീസ് അതൊന്നും പ്രേക്ഷകർ വിലയിരുത്തേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു വളരെ റൊട്ടീനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആക്ച്വലി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ വരുന്ന ക്വാർട്ടർലി റിസൾട്ടും ആ ക്വാർട്ടർലി റിസൾട്ടിനെ തുടർന്ന് മാനേജ്മെന്റ് ഗൈഡൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഒരു എക്സ്പെക്ടേഷൻ LIC ഈസ് എ ഗ്രേറ്റ് ലോങ് ടേം ഷെയർ ടു ഹാവ് ഇൻ ദ പോർട്ട്ഫോളിയോ. Radhakrishnan sir, what is your outlook for this stock and which are the levels to be watched on LIC? One of the oldest in life insurance company, and it is still got 66% market share among the apart from the private sector players like HDFC Life or SBI Life or ICICI Prudential Life. And LIC has got the biggest asset under management, about around 45 lakh crore of rupees asset under management. It is the top insurance company in India, and it is not only top, and it is the oldest insurance company in India. I see the support level at 850, 799 and 740, and resistance level at 920 or 940. And I expect LIC may touch a new all-time high. ഒരു റെക്കോർഡ് ഹൈയിലേക്ക് ഉയരുന്നതിന് വേണ്ടി LICക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ഓഹരി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് L&T ഫിനാൻസ് ഹോൾഡിങ്ങിനെ കുറിച്ചാണ്. കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഇടിവായിരുന്നു ഓഹരി പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷത്തിലേക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞൊരു വർഷത്തിൽ L&T ഫിനാൻസിനെ സംബന്ധിച്ച് L&T ഫിനാൻസ്, L&T ഇൻഫ്രാ ക്രെഡിറ്റ്, ഒപ്പം തന്നെ L&T മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി മുതലായിട്ടുള്ള എല്ലാ ലെൻഡിംഗ് ബിസിനസ്സുകളെയും ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതുമായി മെർജിങ് അല്ലെങ്കിൽ ലയനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് 2023 കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ എല്ലാ ലെൻഡിംഗ് ബിസിനസ്സുകളും ഒരേ കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ L&T ഫിനാൻസ് ഹോൾഡിംഗ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ് പ്രദീപ് സർ? പ്രിയ, L&T ഹോൾഡിംഗ്സ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഏത് കറക്ഷൻ നടക്കുന്ന സമയത്തും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ അടുത്ത 2-3 ആഴ്ചകൾക്കിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാർട്ടർലി റിസൾട്ട് വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. Radhakrishnan sir, what is your expectations regarding L&T Finance Holdings? The L&T Finance, as you said, a lot of consolidation has taken place in the year 2023, and I am expecting the resistance level at 173, 186 and 202, and with the support level of 160 and 141. If it comes down slowly, it will give an entry opportunity. മറ്റൊരു ഓഹരി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കെമിക്കൽ സെക്ടറിൽ നിന്നുമുള്ളൊരു ഓഹരിയെ കുറിച്ച് തന്നെയാണ്. 3 വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഒരു 300% ഒരു നേട്ടം നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞൊരു വർഷമായിട്ട് 4% നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ളൊരു ഓഹരിയായിരുന്നു ദീപക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസംബറിന് ശേഷം ഈ ഒരു ഓഹരിയുടെ പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരു മുന്നേറ്റം പ്രകടമായിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. 10% ഒരു മുന്നേറ്റം ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം സ്റ്റോക്കുകൾ, കെമിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ ഇത്തരം സ്റ്റോക്കുകളെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ്? പ്രദീപ് സർ. പ്രിയ, ഫെർട്ടിലൈസർ സ്റ്റോക്സ് എല്ലാം തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒരു ഇലക്ഷന് ശേഷം
നല്ല റിക്കവറി ചോദിക്കുന്നുണ്ട്. 3-4 മാസത്തിനിടെ നമ്മൾ ആക്ച്വലി പബ്ലിക് സെക്ടർ കമ്പനീസിലേറ്റം കാണാൻ സാധിച്ച മറ്റാസ് ഫെർട്ടിലൈസർ, രാഷ്ട്രീയ കെമിക്കൽസ്, FACT ഇതിലൊക്കെ നമുക്ക് ഒത്തിരി മുന്നേറ്റം കാണാൻ സാധിച്ചു. ബട്ട് ആ ഒരു സമയത്ത് ദീപക് ഫെർട്ടിലൈസേഴ്സ് പോലെ ഒരു സ്റ്റോക്കിലൊക്കെ കൺസോൾ കറക്ഷൻ ആയിരുന്നു. ദീപക് ഫെർട്ടിലൈസർ സ്പെസിഫിക്കും സെപ്റ്റംബർ 2020 1000 രൂപയ്ക്ക് അതിന്റെ ഒരു ലെവൽ. അതിനുശേഷം ഇറ്റ് ഹാസ് ബീൻ അണ്ടർഗോയിങ് കറക്ഷൻ ഓൾമോസ്റ്റ് ആൻഡ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഔട്ട് സിഗ്നൽ വരുന്നുണ്ട്. ദീപക് ഫെർട്ടിലൈസർ 70 രൂപ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 720 രൂപയുടെ മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡിൽ നമുക്ക് ഒത്തിരി ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്യാം. Yes, Radhakrishnan sir, what is your opinion about chemical industries? Is it possible to consider chemical stocks for a long-term investment, and which are the levels to be considered, especially in Deepak Fertilizers? Deepak Fertilizer, the consolidation has taken place now. Long consolidation has taken place, and I expect the resistance level at 704, and it will trigger buying opportunity above 704, and further resistance level at 762 and 820, with the support level of 622 and 518.